രണ്ട് ലോകത്തും നമുക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, അള്ളാന്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഒരാളും തന്റെ കർമ്മങ്ങളെ കൊണ്ട് രക്ഷപ്പെടൂല. നബി തങ്ങൾ നമ്മോട് പറയാ, നിങ്ങൾ ഒരാളും നിങ്ങളുടെ കർമ്മങ്ങളെ കൊണ്ട് രക്ഷപ്പെടൂല. ഒരുപാട് അമലുകളും ഒരുപാട് സൽക്കർമ്മങ്ങളും ചെയ്തു കൂട്ടിയിട്ടുണ്ടാവും. അത് വിചാരിച്ചുകൊണ്ട് സ്വർഗം കിട്ടുമെന്നുള്ള ആ ഒരു ഉത്കണ്ഠ, ആ ഒരു ആഗ്രഹം നമുക്ക് വേണ്ട. അതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല. എന്നിട്ടിതാ ഇത് കേട്ട സ്വഹാബികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരേ, അല്ലാഹുവിന്റെ ദൂതരേ, നബിയെ അങ്ങ് രക്ഷപ്പെടില്ലേ? ഞങ്ങൾ ഏതാളും രക്ഷപ്പെടൂല എന്നാണ് നബി പറഞ്ഞത്. അവൻ നബിയോട് പറയാണ്, നബിയെ അങ്ങ് രക്ഷപ്പെടുമോ? നബിയെ അങ്ങ് രക്ഷപ്പെടുമോ? അപ്പോഴാണ് ലോക നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാനും രക്ഷപ്പെടില്ല, ഞാനും രക്ഷപ്പെടില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എങ്ങനെ രക്ഷപ്പെടില്ല എന്ന്? അള്ളാഹുവിന്റെ കാരുണ്യം വലയം ചെയ്താലൊഴികെ. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടായാൽ മാത്രമേ ഞാനും അഥവാ നിങ്ങളും രക്ഷപ്പെടുകയുള്ളൂ. ഇതാര് പറഞ്ഞതാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ. നോക്കൂ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥ, നബി തങ്ങളുടെ അവസ്ഥ തന്നെ ഈ പ്രകാരമാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടായാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം ചൊരിയുന്ന 10 ദിനമാണ് വിശുദ്ധമായ റമദാനിലെ ആദ്യത്തെ 10 ദിവസങ്ങള്. അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ പണിയെടുത്തേ തീരൂ, നമ്മൾ ചോദിച്ചേ തീരൂ, നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചേ തീരൂ. ആ പ്രാർത്ഥന ഏതിലൂടെയാണ്? ഒരു ദിക്റുണ്ട്, നമ്മൾ ഈ പ്രഭാഷണത്തിന്റെ മുമ്പ് നമ്മൾ ചൊല്ലിയല്ലോ. ഏത് ദിക്റാ? അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, എനിക്ക് നീ റഹ്മത്ത് തരണേ, നിന്റെ പക്കലിലുള്ള കാരുണ്യം നീ എനിക്ക് നൽകണേ, എനിക്ക് തരണേ എന്നല്ലേ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ ചോദിക്കണം. അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മൾ ചോദിച്ചേ പറ്റൂ. എന്നാൽ മാത്രമാണ് നമ്മുടെ അമലുകളും അള്ളാഹു കബൂലാക്കുകയുള്ളൂ. പ്രിയപ്പെട്ട കുടുംബങ്ങളെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബികളോട് പറയുന്നുണ്ട്. നബി തങ്ങൾ സ്വഹാബികളോട് പറയുന്നു, അല്ലയോ സ്വഹാബാ, മലക്കുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, എന്താ നബിയെ പറഞ്ഞത്? അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഓ അല്ലാഹുവിന്റെ ദൂതരേ, ഓ അല്ലാഹുവിന്റെ ദൂതരേ,
അള്ളാഹുവിന്റെ ഒരു അടിമ. നന്നായി കേൾക്കണം, ഇത് നന്നായി ശ്രദ്ധിക്കണം. നമുക്കൊക്കെ ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളാൻ ഈ ഒരു കാര്യം നമുക്ക് ഇമ്പോർട്ടന്റ് ആയി, വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് പറയുന്നു, നബിയെ, അള്ളാഹുവിന്റെ ഒരു അടിമ 500 വർഷം അതാ വലിയ പർവ്വതത്തിന്റെ മുകളിൽ പോയി 500 വർഷം അള്ളാഹ്ക്ക് വേണ്ടി അതാ ആരാധിക്കുന്നു. 500 വർഷം അള്ളാഹ്ക്ക് വേണ്ടി ആരാധിക്കുന്നുണ്ട് അല്ലേ? അള്ളാഹുവിനേക്ക് വേണ്ടി ആരാധിച്ചിരിക്കുന്നു. 500 വർഷം അള്ളാഹുവിന്റെ ഒരു അടിമ ഒരു പർവ്വതത്തിന്റെ മുകളിൽ പോയി 500 വർഷം ആരാധിച്ചിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി 500 വർഷം ആരാധിച്ചിരിക്കുകയല്ലേ? അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് ഒരു വിരൽ വണ്ണത്തിൽ ഒരു ശുദ്ധജല അതുപോലെ ഉറവ അള്ളാഹു ഒഴുക്കി കൊടുക്കുകയും ചെയ്തു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല മാതള വൃക്ഷവും അതാ മാതള വൃക്ഷത്തിൽ നിന്ന് ദിനേന എല്ലാ ദിവസവും ഒരു മാതളപ്പഴവും അള്ളാഹു നൽകിയിരിക്കുന്നു. 500 വർഷം ഇബാദത്ത് ചെയ്തിരിക്കുന്നു. ഈ 500 വർഷം ഇബാദത്ത് ചെയ്യുമ്പോൾ ആ 500 വർഷത്തിലെ ഓരോ ദിവസത്തിലും അള്ളാഹു അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുന്നുണ്ട്. മാതള വൃക്ഷത്തിൽ നിന്ന് മാതളപ്പഴം എല്ലാ ദിനേനവും അള്ളാഹു കൊടുക്കുന്നുണ്ട്. മാതള വൃക്ഷം തന്നെ വർഷത്തിൽ ഒരു സമയത്ത് ഉണ്ടാവുള്ളൂ. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ദിവസവും ഇദ്ദേഹത്തിന് ആ വൃക്ഷത്തിൽ നിന്ന് ഭയം കൊടുക്കുന്നുണ്ട്. അള്ളാഹു കൊടുക്കാൻ കാരണം എന്താ? അള്ളാഹുവിന് വേണ്ടി 500 വർഷം ഇതാ ആരാധിക്കുന്ന മനുഷ്യനായതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ വെള്ളം കൊടുക്കുമ്പോൾ ആ വെള്ളം അള്ളാഹു അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കുമ്പോൾ അദ്ദേഹം ആ വെള്ളത്തിൽ നിന്നാണ് കുടിക്കുകയും അതുപോലെ നിസ്കരിക്കാൻ വേണ്ടി വുളൂ എടുക്കുന്നതും ആ വെള്ളത്തിൽ നിന്നാണ്. ഈ 500 വർഷം ആരാധിച്ച ഈ മനുഷ്യന്റെ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തെന്നറിയുമോ? ഞാൻ സുജൂദിൽ കിടന്നുകൊണ്ട് മരിക്കണമെന്നാണ്. സുജൂദിൽ നിന്ന് കിടന്ന് മരിക്കണമെന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുനർജന്മവും സുജൂദിലായി തന്നെ പുനർജനിക്കണമെന്നുമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം, അദ്ദേഹത്തിന്റെ അഭിലാഷം. ഇതാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് ഇതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഒരു മനുഷ്യന്റെ ആഗ്രഹ സഫലീകരണമായി, ഈ മനുഷ്യന്റെ ആഗ്രഹഫലമായി അതാ അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ പുനർജന്മം ഇതാ ഇവര് കാണുന്നു. മലക്കുകൾ, ഈ മലക്കുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം, ഈ മലക്കുകൾ ഇദ്ദേഹത്തിന്റെ പുനർജന്മം കാണുകയാണ്. അങ്ങനെ ഇതാ പുനർജനിക്കുന്ന ആ ദിവസമുണ്ടല്ലോ, അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ അള്ളാഹു പറയും അല്ലേ, 500 വർഷം ഇബാദത്ത് ചെയ്തു. ആ ഇബാദത്ത് ചെയ്യുമ്പോൾ ഓരോ ദിവസവും കുടിക്കാനുള്ള അഥവാ നിസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്യാനുള്ള വെള്ളം അല്ലാഹു ഒരുക്കി കൊടുത്തു. ഓരോ ദിവസവും മാതള വൃക്ഷത്തിൽ നിന്ന് ഓരോ ദിവസവും പഴം പറിക്കാൻ അഥവാ പഴം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഭക്ഷിക്കാൻ കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണ്? മരിക്കുന്ന നേരം സുജൂദിലായി കിടന്ന് മരിക്കണമെന്നും അതുപോലെ തന്നെ പുനർജനിക്കുമ്പോൾ സുജൂദിൽ നിന്ന് തന്നെ പുനർജനിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം.
ഈ ഒരു അറിവിൽ മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവർക്ക് കിട്ടിയ അറിവ്, അവർക്ക് ലഭിച്ച അറിവ് പ്രകാരം അവർ പറയുന്നു, ഇദ്ദേഹം പുനർജനിക്കുന്ന സമയം സുജൂദിൽ നിന്ന് പുനർജനിക്കുന്ന സമയത്ത് നേരെ എത്തുന്നത് അള്ളാഹുവിന്റെ മുമ്പിലാണോ, അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ആ ഒരു സമീപത്തേക്ക് എത്തിയിട്ട്, സന്നിധിയിലേക്ക് എത്തിയിട്ട് അള്ളാഹു പറയുമത്രേ, അവിടെയുള്ള മലക്കുകളോട് പറയുമത്രേ, പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അല്ലാഹു പറയാണ്, എന്റെ ഈ അടിമയെ എന്റെ റഹ്മത്ത്, എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂ എന്ന്. അല്ലാഹു പറയാണ്, എന്റെ ഈ ഒരു അടിമയെ എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂ എന്ന് മലക്കുകളോട് കൽപ്പിക്കുകയാണ്. ഈ 500 വർഷം ഇബാദത്ത് ചെയ്ത ഈ മനുഷ്യന് പറയുകയാണ്, അല്ലാഹുവേ, എന്റെ കർമ്മം കൊണ്ട് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂ, കാരുണ്യം കൊണ്ട് വേണ്ട. ഞാൻ 500 വർഷം ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സൽക്കർമ്മം കൊണ്ട്, ആ കർമ്മം കൊണ്ട് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. ഇതങ്ങ് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, എന്റെ ഈ അടിമയുടെ കർമ്മവും എന്റെ ഈ ഒരു അടിമ 500 വർഷം എനിക്ക് നൽകിയ, എനിക്ക് ചെയ്ത ആ ഒരു കർമ്മമുണ്ടല്ലോ, ആ സൽപ്രവർത്തനങ്ങളും അതുപോലെ എന്റെ അനുഗ്രഹവും വെക്കപ്പെടുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ 500 വർഷത്തെ കർമ്മത്തെയും അത് വലയം ചെയ്യും. അള്ളാഹുവിന്റെ കാരുണ്യം ഒരു ഭാഗത്ത് വെക്കുക, അതുപോലെ മറ്റൊരു ഭാഗത്ത് ഈ മനുഷ്യന്റെ 500 വർഷം ഇബാദത്ത് ചെയ്ത കർമ്മം വെക്കുക. അങ്ങനെ അത് വലയം ചെയ്യുമ്പോൾ, അത് കണക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രത്യേകിച്ച് നമ്മൾ കേൾക്കണോ, അങ്ങനെ കണക്കെടുപ്പ് നടത്താൻ നോക്കുമ്പോൾ, അങ്ങനെ കണക്കെടുപ്പ് നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് ശരീരത്തിൽ നിന്ന് തന്നെ ഒരുപാട് അനുഗ്രഹം കൊടുത്തില്ലേ? അതിലെ ഈ 500 വർഷം ഇബാദത്ത് ചെയ്ത ഈ മനുഷ്യന്റെ കണ്ണ് മാത്രം തന്നെ അള്ളാഹു നൽകിയ അനുഗ്രഹമല്ലേ കണ്ണ്. ഈ കണ്ണും അതുപോലെ 500 വർഷം ഇബാദത്ത് ചെയ്ത കർമ്മവും കണക്കെടുത്ത് നടത്തിയപ്പോൾ, കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചത്? 500 വർഷം ഇബാദത്ത് ചെയ്ത കർമ്മത്തിനേക്കാളും പവർ ഉണ്ടേത് ഇദ്ദേഹത്തിന് അള്ളാഹു ശരീരത്തിൽ നൽകിയ ഒരു അനുഗ്രഹമായ കാഴ്ച ശക്തി എന്നുള്ളത്. അതുകൊണ്ട് 500 വർഷം ഇബാദത്ത് ചെയ്യാം. നമുക്ക് 500 വർഷം ഈ ദുനിയാവിൽ തന്നെ ജീവിക്കാൻ കഴിയും? ഒരിക്കലില്ല. ഏകദേശം 60-70ന്റെ ഇടയിലെ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? പെട്ടെന്നുള്ള മരണങ്ങളാണ്. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ 500 വർഷം ഇബാദത്ത് ചെയ്തതിനേക്കാൾ മേലെയുണ്ട് ഇദ്ദേഹത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഒറ്റ അനുഗ്രഹമായത് കണ്ണ് കാഴ്ച ശക്തി എന്നുള്ളത്. കാഴ്ച ശക്തി എന്നുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് പറയുകയാണ്, ഞാൻ അവനിക്ക് കൊടുത്ത കാഴ്ച ശക്തിയാണ് അവന്റെ 500 വർഷം ഇബാദത്ത് ചെയ്ത കർമ്മത്തിനേക്കാളും മുകളിലോ. അതുകൊണ്ട് ഈ അടിമയെ നരകത്തിൽ പ്രവേശിപ്പിക്കൂ. അതുകൊണ്ട് ഈ അടിമയെ നരകത്തിൽ പ്രവേശിപ്പിക്കൂ എന്നോ. അങ്ങനെ ഇതാ മലക്കുകൾ അദ്ദേഹത്തെ നരകത്തിലേക്ക് വലിച്ചിയക്കപ്പെടുമ്പോൾ ഈ 500 വർഷം ഇബാദത്ത് ചെയ്ത ഈ മനുഷ്യന് വിളിച്ചു പറയും, അല്ലാഹ്, ഓ എന്റെ രക്ഷിതാവേ, നിന്റെ കാരുണ്യം കൊണ്ടെന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂ.
നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവോ? അപ്പോൾ അല്ലാഹു മലക്കുകളോട് പറയോ, അവനെ മടക്കിക്കൊണ്ടുവരിക. അങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിൽ അദ്ദേഹം നിൽക്കുമ്പോൾ അവൻ ചോദിക്കുമോ, അങ്ങനെ തിരിച്ച് അല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അല്ലാഹു ഈ അടിമയോട് പറയുന്നുണ്ട്, ഓ അടിമേ, നീ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നെ സൃഷ്ടിച്ചത് ആരാണ്? നീ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നെ സൃഷ്ടിച്ചത് ആരാണ്? അപ്പോ ഈ അടിമ പറയാണ്, ഓ രക്ഷിതാവേ, നീയാണ്. അത് നിന്റെ കർമ്മം കൊണ്ടായിരുന്നോ അതോ എന്റെ കാരുണ്യം കൊണ്ടാണോ? ഒന്നുമല്ലാത്ത അവസ്ഥയിൽ അവനെ സൃഷ്ടിച്ചത് അവൻ ചെയ്ത 500 വർഷം ഇബാദത്ത് ചെയ്ത കർമ്മം കൊണ്ടാണോ? അല്ല, അല്ലാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ടാണ് എന്ന് ഈ അടിമ അല്ലാഹുവിനോട് പറയുന്നു. രണ്ടാമത് അല്ലാഹു പറയുന്നുണ്ട്, നീ 500 വർഷം ഇബാദത്ത് ചെയ്തത് എവിടെ വെച്ചാണ്? അത് പർവ്വതത്തിൽ വെച്ചല്ലേ, മലമുകളിൽ വെച്ചല്ലേ? നീ അവിടെ 500 വർഷം ഇബാദത്ത് ചെയ്യുമ്പോൾ നിനക്ക് ശുദ്ധജലം നൽകിയത് ആരാണ്? ആ നൽകിയത് ആരാണ്? ഈ അടിമ പറയാണ്, ഓ രക്ഷിതാവേ, നീയാണ്. വെള്ളം മാത്രമല്ല, ഓരോ ദിവസവും മാതള വൃക്ഷത്തിൽ നിന്ന് പയം കഴിക്കാനുള്ള സൗഭാഗ്യം നൽകിയത് നിന്റെ കർമ്മം കൊണ്ടാണോ? അപ്പൊ ഈ അടിമ പറയാണ്, അല്ലാഹുവേ, നിന്റെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാം നൽകിയത് നീയാണ്. വെള്ളവും അതുപോലെ എന്നെ ഈ സൃഷ്ടിച്ചതും എനിക്ക് നൽകിയ ഈ ഒരു വൃക്ഷത്തിൽ നിന്നുള്ള പയം നൽകിയതും നീയാണ്. അങ്ങനെ ഈ അടിമയ്ക്ക് കുറ്റബോധം വരികയാണ്, ഖേദം വരികയാണ്. അങ്ങനെ ഇതാ അല്ലാഹു പറയുന്നുണ്ട് ഈ അടിമയോട്, നീ തന്നെ ദുനിയാവിൽ നിന്ന് സുജൂദിലായി നിന്നെ മരിപ്പിക്കണമെന്ന് നീ പറഞ്ഞപ്പോൾ അതുപോലെ നിന്നെ മരിപ്പിച്ചതും ആരാണ്? ഈ അടിമ പറയാണ്, അല്ലാഹുവേ, നീയാ. അല്ലാഹു പറയുന്നു, നീയാ. അല്ലാഹുവിനോട് ഈ അടിമ പറയുന്നു, നീയാണ് എല്ലാം നൽകിയത്. എന്നിട്ട് അവസാനം അല്ലാഹു പറയുന്നു, ഇവയെല്ലാം നൽകിയത് എന്റെ അനുഗ്രഹം കൊണ്ടാണ്, എന്റെ കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ അനുഗ്രഹം കൊണ്ട്, എന്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗത്തിൽ പ്രവേശിക്കൂ. 500 വർഷം ഇബാദത്ത് ചെയ്തൊക്കെ നിങ്ങൾ നോക്കി, 500 വർഷം ഇബാദത്ത് ചെയ്തൊക്കെ എവിടെ പോയി? അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചാലേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്താലും ഇബാദത്ത് ചെയ്യണം, പക്ഷേ ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് അഹങ്കാരം വരാൻ പാടില്ല. അതാണ് ഈ ഒരു ചരിത്രത്തിൽ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് എത്തിയിട്ടോ ഈ അടിമ പറഞ്ഞില്ലേ, അള്ളാഹ് നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ സ്വർഗത്തിൽ കടത്തണ്ട, എന്റെ കർമ്മഫലമായി എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. ഇത് ചെറിയൊരു അഹങ്കാരമല്ലേ? ഇത് അഹങ്കാരമല്ലേ? പ്രിയപ്പെട്ട കുടുംബങ്ങളെ, നമ്മിൽ ചില ആളുകളുണ്ട്, നന്നായി നമ്മൾ നിസ്കരിക്കും, നന്നായി നമ്മൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യും, നന്നായി ഹജ്ജ് നിർവഹിക്കുകയും ചെയ്തു, നന്നായി ഹജ്ജ് നിർവഹിക്കുകയും ചെയ്യും, ഒരുപാട് നിസ്കരിക്കുകയും ഒരുപാട് നോമ്പ് നോൽക്കുകയും ഒരുപാട് ഹജ്ജൊക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനെ ചെയ്ത ഇബാദത്ത് ചെയ്ത ആളുകൾ, ചില ആളുകളുടെ മനസ്സിൽ എന്താണ് വരുന്നത്? ഞാൻ രക്ഷപ്പെട്ടു എന്ന്, അല്ലേ?
ഒരു പാവപ്പെട്ട രോഗിയെ സഹായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി ഒരുപാട് ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ, ഖുർആൻ മുഴുവനായി ഒരുപാട് ഖത്മുകൾ ചെയ്താൽ, മഹത്തായ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ വിചാരം എന്താ? ഞാൻ രക്ഷപ്പെട്ടു. ഒരിക്കലും തോന്നാൻ പാടില്ല. ഒരിക്കലും രക്ഷപ്പെട്ടു എന്ന് ധരിക്കാൻ പാടില്ല. ഇങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അഹങ്കരിച്ച് നടക്കുന്ന എത്രയോ ആളുകളാ ചെയ്യുന്ന ഇബാദത്തുകളുടെ വണ്ണം കണ്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് സ്വർഗം ഉറപ്പാണ്, ഞാൻ നരകത്തിൽ കടക്കൂല എന്നുള്ള മനസ്സ് വേണ്ട മോളെ, മനസ്സ് വേണ്ട ഉമ്മ, മനസ്സ് വേണ്ട സഹോദരി, മനസ്സ് വേണ്ട സഹോദരാ. അതുകൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ റഹ്മത്തെ, കാരുണ്യം ലഭിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുടുംബങ്ങളെ, നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ സൽപ്രവർത്തനങ്ങൾ മാത്രം പോരാ, അമലുകൾ മാത്രം പോരാ, അല്ലാഹുവിന്റെ അനുഗ്രഹമായ അപാരമായ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും വേണോ. അതുകൊണ്ടാണ് വിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളില് നാം കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതോ അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു ദിക്റാണ് ട്ടോ. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, اللهم ارحمني يا أرحم الراحمين എന്ന ദിക്ർ ഈ 10 ദിനങ്ങൾ ചൊല്ലിക്കോ. അല്ലാഹുവിന്റെ കാരുണ്യം അതാ തുറന്ന് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മഹത്തായ ദിക്ർ കൊണ്ട് അല്ലാഹുവിന്റെ കാരുണ്യം നമ്മൾ പറിച്ചെടുക്കണോ. അല്ലാഹുവിൽ നിന്നുള്ള റഹ്മത്ത് നമ്മൾ ആവോളം നമ്മൾ വാരിക്കൂട്ടണം. അതുകൊണ്ട് അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന പ്രാർത്ഥന ഈ 10 ദിനങ്ങളിലും അതുപോലെ മറ്റുമെല്ലാ ദിവസങ്ങളിലും നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണോ. പക്ഷേ ഒരൊറ്റ കാര്യമുണ്ട്, ഒരൊറ്റ ഡിമാൻഡുണ്ട്. ഒരൊറ്റ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ എത്ര അമല് ചെയ്താലും, എത്ര ഈ ഒരു മഹത്തായ ദിക്ർ ചൊല്ലിയാലും അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടുകയുള്ളൂ. പ്രാർത്ഥന കൊണ്ട് മാത്രം പോരാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ അവകാശിയായി തീരണമെങ്കിലോ നമുക്കും മറ്റുള്ളവരോട് കാരുണ്യം വേണോ, നമുക്കും മറ്റുള്ളവരോട് കാരുണ്യം വേണോ. നമ്മുടെ ശരീരത്തോട് നമ്മൾ കാരുണ്യം കാണിക്കണം. സുദീർഘമായി ഒരുപാട് പറയേണ്ടതുണ്ട്, ശ്രമം കൊടുക്കാനായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വേഗം പറഞ്ഞുകൊണ്ട് 13 സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്ത് പിരിയും. അതുകൊണ്ട് വിശദീകരിച്ച് നമ്മൾ പറയുന്നില്ല, വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞ് നമ്മൾ തീർക്കുകയാണ്. നമ്മൾ വെറും പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അല്ലാഹുവിന്റെ ആ കാരുണ്യത്തിന്റെ അവകാശിയായി തീരണമെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ മറ്റുള്ള ആളുകളോടും എന്ത് വേണം? കാരുണ്യം വേണം. എന്നാലാണ് അല്ലാഹു നമ്മോട് കരുണ കാണിക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തോടോ, നമ്മുടെ കുടുംബത്തോടോ, നമ്മുടെ മാതാപിതാക്കളോടോ, നമ്മുടെ അയൽക്കാരോടോ, നമ്മുടെ കൂടെയുള്ളവരോടോ,
മുസ്ലിമീങ്ങളോടോ മറ്റുമെല്ലാ മനുഷ്യരോടോ മുഴുവൻ ജന്തുജാലങ്ങളോടും നമ്മൾ കരുണ കാണിക്കണേ. അങ്ങനെ കരുണ കാണിച്ചാൽ മാത്രമാണ് അധിപനായ അല്ലാഹു നമ്മോട് കരുണ കാണിക്കുകയുള്ളൂ. നമുക്കൊക്കെ അറിയാം, മഹാനായ അഹ്മദുൽ കബീർ റിഫായി കുഷ്ഠരോഗം പിടിച്ച നായയെ ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളും അട്ടിയോടിച്ചപ്പോൾ ആ കുഷ്ഠരോഗം പിടിച്ച നായക്ക് വേണ്ടിയുള്ള എല്ലാ ചികിത്സകളും നൽകിയ മഹാനാണ്. ആ ജീവിയോട് കരുണ കാണിച്ച വലിയ ഉന്നത മനതലങ്ങളിൽ ഒത്തുന്ന സോപാനത്തിൽ എത്തിയ മഹാനാണ് അഹ്മദുൽ കബീർ റിഫായി. മഹാനായ റിഫായി ശൈഖ് തങ്ങൾ ആ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. റിഫായി ശൈഖ് തങ്ങളുടെ പ്രവർത്തനം തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളാണ്, അല്ലേ? കാരുണ്യ പ്രവർത്തനങ്ങളാണ്. എത്രയോ നമ്മുടെ സമൂഹത്തിൽ തന്നെ എത്രയോ സംഘടനകള് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാടുകളിൽ ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങള് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്. മനസ്സ് നല്ല നിയ്യത്താണെങ്കിൽ അള്ളാഹു സ്വീകരിച്ചാൽ, നല്ല നിയ്യത്താണെങ്കിൽ അതിന് അർഹമായ പ്രതിഫലം അള്ളാഹു തരും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കാരുണ്യമുണ്ടായാൽ ഈ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബക്കാരോടും മാതാപിതാക്കളോടും കരുണ നമ്മൾ ചെയ്യണോ? നമുക്കറിയാമല്ലോ, തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ നാഫാന്റെ കരങ്ങളാൽ നടന്ന കൊലപാതകമുണ്ടല്ലോ. അതിന്റെ മുമ്പ് ഗ്യാസ് സിലിണ്ടറുമായിട്ട് ഉമ്മാന്റെ ജീവൻ പോയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സിലിണ്ടറുമായി ഗ്യാസ് കുറ്റിയുമായിട്ട് ഉമ്മാന്റെ തലയിതാ ചതച്ചരക്കുന്നു. അതുപോലെ ഇതാ അടിമാരം ഭാഗത്ത് ആശിഖ് എന്ന് പറയുന്ന മകന് തൊട്ടടുത്ത വീട്ടിൽ പോയി കൊടുവാളെടുത്തുകൊണ്ട് ഉമ്മാനെ ഇതാ കിടക്കയിൽ നിന്ന് തന്നെ അതാ എത്രയോ വെട്ടിപ്പരിക്കേൽപ്പിച്ചുകൊണ്ട് ഉമ്മാനെ വെട്ടിക്കൊന്നു. അതാ ഇന്നലെ നടന്ന മുഹമ്മദ് ഷഹബാസിന്റെ മരണമുണ്ടല്ലോ, കാരുണ്യത്തിന്റെ സ്വഭാവമില്ലാതിട്ടില്ലേ? കാരുണ്യത്തിന്റെ കണിക പോലും മനസ്സിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇന്നിന്റെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ പത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലോ നമ്മുടെ ഫോൺ എടുത്തു നോക്കുകയാണെങ്കിലോ കാരുണ്യമില്ലാത്ത കൊലപാതകങ്ങളല്ലേ ഇന്ന് നാട് നീള അരങ്ങ് തകർക്കുന്നത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വന്തം ഉമ്മനോട് കാരുണ്യമില്ലാതെ, സ്വന്തം വാപ്പനോട് കരുണയില്ലാതെ സ്വന്തം മാതാപിതാക്കളെ മർദ്ദിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇങ്ങനെ നമ്മൾ ജീവികളോടും മുഴുവൻ ആളുകളോടും കാരുണ്യം കാണിക്കണോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് വിശദീകരിച്ച് പറയേണ്ടതുണ്ട്, സമയം നമ്മെ അനുവദിക്കുന്നില്ല. കാരണം നമ്മുടെ മനുഷ്യന്മാരോട് മാത്രമല്ല, ജീവജാലങ്ങളോടും ജന്തുക്കളോടും മറ്റു മൃഗങ്ങളോട് വരെ കാരുണ്യം നമ്മൾ കാണിക്കണം. നമ്മൾ കാരുണ്യം കാണിക്കണം. ഒരു വാടിയ സസ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് പോലെ ഇബാദത്താണ്. അത് ആ സസ്യത്തിനോട് കാണിക്കുന്ന കരുണയാണ്, കാരുണ്യത്തിന്റെ സമീപനമാണ്. അതുപോലെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ, ബനൂ ഇസ്രായേലിലെ ഒരു വേശ്യയായ ഒരു പെണ്ണുണ്ടല്ലോ, ദാഹപരവനായി മണ്ണ് കപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു നായക്ക് വെള്ളം നൽകിയതിന്റെ പേരിലോ സ്വർഗത്തിന്റെ അവകാശിയായി തീർന്നില്ലേ ആ വേശ്യയായ സ്ത്രീയെ? അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് മറ്റുള്ള ആളുകളോട്, ഈ ഭൂമിയിൽ മറ്റുള്ള മുഴുവൻ ആളുകളോട് കാരുണ്യത്തിന്റെ സമീപനമാണ്.
ഇർഹമൂ മിൻ ഫിൽ അർളി യർഹമുകും മിനസ് സമാഇ. ഭൂമിയിലുള്ള മനുഷ്യരോട്, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളോടും നമ്മൾ കരുണ കാണിച്ചാൽ ആകാശത്തിലെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടും കരുണ കാണിക്കുന്നതാ, നമ്മോടും കരുണ കാണിക്കും. എന്നാൽ നന്നായി ശ്രദ്ധിക്കണം, നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്രമാണ്. നന്നായി ഇബാദത്ത് ചെയ്യുന്ന, ഒരുപാട് നോമ്പ് നോൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ. ആ ഒരു സ്ത്രീയുടെ ചരിത്രമൊക്കെ നമുക്കറിയാം. നല്ലോണം ഇബാദത്ത് ചെയ്യുന്ന, ഒരുപാട് നോമ്പ് നോൽക്കുന്ന, മറ്റുമെല്ലാ സുഹൃത്തുക്കൾ ചെയ്യുന്ന ഒരു പെണ്ണ് ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ ആ പൂച്ചയെ കൂട്ടിലടച്ചതിന്റെ പേരിൽ ആ പെണ്ണ് നരകാവകാശിയായി തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ചെയ്ത നോമ്പ് കൊണ്ട് ഫലപ്രദമായോ, ചെയ്ത ഇബാദത്ത് കൊണ്ട് ഫലപ്രദമായോ, ചെയ്ത മറ്റു അമലുകളെ കൊണ്ട് ഫലപ്രദമായോ? ഇല്ല, ഇല്ല. ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ പൂച്ചയെ കെട്ടിയിട്ടു അല്ലെങ്കിൽ കൂട്ടിലടച്ചതിന്റെ പേരിൽ ആ പെണ്ണ് നരകത്തിലായി തീർന്നു. അതാണ് പ്രിയരെ, സൽക്കർമ്മത്തിനേക്കാളും നമ്മൾ ചെയ്യുന്ന ഇബാദത്തിനേക്കാളും ഏറ്റവും പ്രധാനമായിട്ടോ നാം മറ്റുള്ള മുഴുവൻ ആളുകളോടും കാരുണ്യത്തിന്റെ, കരുണയുള്ള മനസ്സിന്റെ ഉടമയായി തീരണം. എങ്ങനെ കരുണയുള്ള, കാരുണ്യത്തിന്റെ മനസ്സുള്ള ഉടമയുള്ള ആളുകൾക്ക് മാത്രമേ ഈ വിശുദ്ധമാകുന്ന റമദാനിലെ ആദ്യത്തെ 10 ദിനങ്ങളിലോ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പ്രാർത്ഥിച്ചാൽ കാര്യമുള്ളൂ. അപ്പം കരുണയുള്ള, കാരുണ്യത്തിന്റെ സമീപനമുള്ള മനസ്സുള്ളവരായി നമ്മൾ തീരണം. നമ്മൾ നന്നായി കരുണ കാണിക്കണം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും, നമ്മുടെ കയ്യിൽ നല്ല ക്യാഷ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് നല്ല വാഹനമുണ്ടാകും. റോഡ് സൈഡിൽ ഒരാൾ ആക്സിഡന്റ് പറ്റിക്കൊണ്ട് അതാ നിലത്തങ്ങ് വീഴുന്നു, ചോര വാർന്നൊലിക്കുന്നു. നമ്മുടെ അടുത്ത് നല്ലൊരു കാറുണ്ട്, നല്ല പുതിയ കാറാണ്, ആക്സിഡന്റ് ആയി കിടക്കാണ്, സ്വമേധയ മനസ്സിൽ വരികയാണ്. ഈ ചോർന്ന് രക്തം വാർന്നൊലിക്കുന്ന ഈ മനുഷ്യനെ എന്റെ ഈ ഒരു പുതിയ കാറിൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്റെ പുതിയ കാർ നശിക്കല്ലോ, അത് വിചാരിച്ച് ആ മനുഷ്യനെ കാറിൽ കൊണ്ടുപോവാതെ അദ്ദേഹത്തിന്റെ പാട്ടിന് പോവാന്ന് പറയും, അദ്ദേഹത്തിന്റെ വഴിക്ക് പോവാ. ഇത് കരുണയില്ലാത്ത മനസ്സല്ലേ? അല്ലേ? അതോ അത് നിലാരംബരായ പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരിനും സങ്കടത്തിനും കൂട്ടിരിക്കുന്ന മനസ്സുള്ള മനുഷ്യന്മാരാകണം നമ്മൾ. ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ പ്രയാസത്തെ നീക്കുന്നവരാകണം നമ്മൾ. പ്രയാസപ്പെടുത്തുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിനാൽ നമ്മൾ കരുണ ചെയ്യണം, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം. മറ്റുള്ളവരോട്, മറ്റുള്ള മുഴുവൻ ആളുകളോടും കരുണയുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് ഈ വിശുദ്ധമായ റമദാൻ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങള് റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ നാളുകളല്ലേ, കാരുണ്യത്തിന്റെ ദിനരാത്രങ്ങളല്ലേ. അതുകൊണ്ട് നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ സദാ സമയവും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്ത, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ച ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.